സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് NTPC ലിമിറ്റഡ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വലിയ പവർ എനർജി ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് NTPC ലിമിറ്റഡ്. ഓക്കെ, ഈ NTPC ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എന്ന വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഏകദേശം 223 പോസ്റ്റുകളുണ്ട്. 223 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാനാണ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഫിക്സ്ഡ് ടേം ബേസിസിലാണ് ഇപ്പോൾ NTPC ലിമിറ്റഡ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഈ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത്. 223 വേക്കൻസികളാണുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എക്സ്പീരിയൻസ്, 1 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇൻ പവർ പ്ലാന്റ് വിത്ത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് 100 മെഗാവാട്ട് ഓർ മോർ, അത് അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 3 വർഷത്തേക്കായിരിക്കും നിങ്ങളെ ഈ കോൺട്രാക്ട് ബേസിസിലുള്ള ഈ ജോലി. ഇത് സ്ഥിരമായിട്ടുള്ള ജോലിയല്ല, കോൺട്രാക്ട് ബേസിലാണ്. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് എന്ന് വെച്ചാൽ ഷിഫ്റ്റുകളായിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. അതെന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഷിഫ്റ്റ് ബേസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മന്ത്ലി സാലറി വരുന്നത് 55,000 രൂപയാണ്. അതിൻ്റെ പുറമെ HR ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പോസ്റ്റ് ഒന്ന് നോക്കാം. പോസ്റ്റ് 98 പോസ്റ്റ് അൺറിസർവ്ഡിനാണ്. EWSന് 22 പോസ്റ്റ് ഉണ്ട്. OBCക്ക് 40 പോസ്റ്റ്, SCക്ക് 39 പോസ്റ്റ്, STക്ക് 24 പോസ്റ്റ്. ടോട്ടൽ അങ്ങനെയാണ് 223 പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഇന്ത്യക്കാരനായിരിക്കണം. പിന്നീട് എന്താണ്, നിങ്ങൾ പഠിച്ച കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം പഠിച്ചത്. കാര്യം മസ്റ്റ് ഹാവ് സെക്യൂർഡ് ഒരു മിനിമം 40% മാർക്ക് തന്നെങ്കിലും ഇതിൽ കരസ്ഥമായിരിക്കണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡിഗ്രിയിൽ SC/ST PWD കാൻഡിഡേറ്റ്സ് വിത്തൗട്ട് ഓൺലി പാസ് മാർക്ക് ആർ എലിജിബിൾ. SC/ST PWD കാൻഡിഡേറ്റ്സിന് പാസ് മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ കാര്യം, ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുന്നത് SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് ഇതിലേക്ക് നോക്കാനുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഹൗ ടു അപ്ലൈ, അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. careers.ntpc.co.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നോൺ റീഫണ്ടബിൾ ആണ്. SC/ST PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ഫീസുള്ളവർ അടയ്ക്കേണ്ടത് ഓഫ്ലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്കിൽ ചലാൻ വഴി അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനുവരി 25-ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി 8-ാം തീയതിയാണ്. ഓക്കെ, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.